നമസ്കാരം. വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണയായിരുന്നു ഹണി റോസിന് ലഭിച്ചത്. ഒഴിഞ്ഞ സദസ്സിന് മുന്നിലായിരിക്കും ഹണി റോസിന് ഉദ്ഘാടനം നടത്തേണ്ടി വരിക എന്ന ഭീഷണി സോഷ്യൽ മീഡിയയിൽ പലരും മുഴക്കിയിരുന്നെങ്കിലും ജനസാഗരം തന്നെയാണ് താരത്തെ കാണാനെത്തിയത്. ഉദ്ഘാടനത്തിന് എത്തുമ്പോൾ ചീമുട്ട ഏറിയും ആരും വരില്ല എന്നൊക്കെ പലരും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഇട്ടിരുന്നുവെങ്കിലും വെർച്വൽ ലോകമല്ല യഥാർത്ഥ ലോകമെന്ന് ഉറപ്പ് നൽകുന്ന കാഴ്ചയായിരുന്നു ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ ഹണി റോസ് കണ്ടത്. സാധാരണ മനുഷ്യരാണ് തന്നെ കാണാൻ വരുന്നതെന്നും സ്നേഹത്തോടെയാണ് തന്നോട് പെരുമാറുന്നതെന്നുമാണ് ഹണി റോസ് പറയുന്നത്. പരാതി നൽകിയ ശേഷം തനിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും ഉദ്ഘാടനത്തിന് കോളേജ് വിദ്യാർത്ഥികളെ മനഃപൂർവ്വം എത്തിച്ചതാണ് എന്ന ആരോപണത്തെക്കുറിച്ചുമൊക്കെ ഹണി റോസ് സംസാരിക്കുന്നുണ്ട്. ഹണി റോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പലപ്പോഴും സോഷ്യൽ മീഡിയ അറ്റാക്കിംഗ് ഒക്കെ നമുക്ക് നേരെ ഉണ്ടാകുമ്പോഴും ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത്, ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ പബ്ലിക്കുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ ഇതുമായി യാതൊരു രീതിയിലും നമുക്ക് കണക്ഷൻ തോന്നില്ല എന്നാണ്. അത് വേറൊരു ലോകം തന്നെയാണ്. അവിടെ സാധാരണ മനുഷ്യരാണ് വരുന്നത്. യഥാർത്ഥ ലോകം എന്ന് പറയുന്നത് അവിടെയുള്ള മനുഷ്യരാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെയല്ല. അവർ ഏറ്റവും സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറുന്നത്. അവരുടെ ഏറ്റവും വിലപിടിച്ച സമയം നമുക്ക് നൽകി പൊരി വെയിലത്തൊക്കെയാണ് വന്നു നിൽക്കുക. അത് ചെറിയൊരു കാര്യമല്ല. അത്രയും സ്നേഹം അവർ കാണിക്കുന്നുമുണ്ട്. പലപ്പോഴും ആളുകൾ പറയും അവിടെ ആണുങ്ങൾ മാത്രമേ വരുള്ളൂ എന്ന്. എൻ്റെ ഏത് വീഡിയോ നോക്കിയാലും അറിയാം, പ്രായമായ അമ്മമാർ തൊട്ട് കൊച്ചു കുട്ടികൾ വരെ വരാറുണ്ട്. എല്ലാവരും ഒരേപോലെ സ്നേഹമാണ് കാണിക്കാറുള്ളതും. ഇത്രയും വിവാദത്തിന്റെ ഇടയിൽ നിന്നപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു വലിയ ക്യാമ്പയിൻ പോലെ കുറച്ച് ആളുകൾ പറയുന്നുണ്ടായിരുന്നു ചീമുട്ട എറിയും അതാണ് ഇതാണ് എന്നൊക്കെ. ആരും വരില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് സെക്ഷനിൽ ചിലർ എഴുതിയിരുന്നു. ഉദ്ഘാടനത്തിന് പോകുമ്പോൾ അത്രയും സ്നേഹമാണ് അവർ കാണിക്കുന്നത്. ആരും വെർച്വൽ വേൾഡുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകും. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. സോഷ്യൽ മീഡിയയിൽ കമന്റ് എഴുതുന്ന ആളുകളൊന്നും റിയൽ ലൈഫിൽ കാണില്ല. റിയൽ ലൈഫിൽ ഇറങ്ങാനിരിക്കുമ്പോൾ തീർത്തും വ്യത്യസ്ത രീതിയിലാണ് ആളുകൾ പറയുന്നത്. ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ ഓടി വന്ന് എൻ്റെ കൈ തന്ന് നന്നായിരുന്നുട്ടോ, ബോൾഡായിട്ടുള്ള തീരുമാനമാണ് എടുത്തത് എന്ന് സാധാരണ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഞങ്ങൾക്കും പെൺമക്കളാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാറുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയ അല്ല, റിയാലിറ്റി എന്ന് ഉറപ്പു തരുന്ന കാര്യങ്ങളാണ് എന്നൊക്കെയാണ് ഹണി റോസ് കൂട്ടിച്ചേർക്കുന്നത്. കോളേജ് കുട്ടികളെ മനഃപൂർവ്വം എത്തിച്ചാണ് എന്നുള്ള ആരോപണത്തിനും താരം മറുപടി പറയുന്നുണ്ട്. നെഗറ്റീവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. കോളേജ് കുട്ടികളാണെങ്കിലും അവർ മനുഷ്യരല്ല എന്നുണ്ടോ? ഉദ്ഘാടനം കാണാൻ വരുന്നതും മനുഷ്യരല്ലേ? പല ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ടാവും. ചെറിയ കുട്ടികളുണ്ടാവും, വലിയ ആളുകളുണ്ടാവും, മുതിർന്നവരുണ്ടാവും, നല്ല പ്രായമായവരുണ്ടാവും. കോളേജ് കുട്ടികളായാലും സ്കൂൾ കുട്ടികളായാലും അവരും മനുഷ്യരല്ലേ? ഞാൻ കൊടുത്ത പരാതിയും ഞാൻ മുന്നോട്ട് വെച്ച കാര്യവും ഭയങ്കര ജെനുവിനാണ്. 100% ജെനുവിനാണ് എന്ന് എനിക്കും ഈ കണ്ടു നിന്ന ആളുകൾക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കും എല്ലാം അറിയാം. ഇതെല്ലാം പുറത്തു കിടക്കുന്ന വിഷയങ്ങളാണ്. ഞാൻ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളല്ല. ഒരു വാക്കുപോലും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടും പരാതിപ്പെട്ട ആൾക്ക് നേരെയാണ് അറ്റാക്ക് വരുന്നത്. അതാണ് വിചിത്ര കാര്യം. എന്നെ പറ്റിയാണ് പറയുന്നത്. എനിക്ക് ഇത്രയും സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുമ്പോൾ നാട്ടിലെ സാധാരണ പെൺകുട്ടികൾ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായാൽ എങ്ങനെയാണ് നേരിടുക? നമ്മൾ പലപ്പോഴും പറയും, എന്തുകൊണ്ടാണ് ആ സമയത്ത് നിങ്ങൾ പ്രതികരിച്ചില്ല എന്ന്. എനിക്ക് പോലും ഇത്രയൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഏതൊരാൾക്കും അനുഭവിക്കേണ്ടി വരിക എന്താണെന്നുള്ളത് ആലോചിച്ചാൽ തന്നെ പേടിയാവുകയാണ് എന്നാണ് ഹണി റോസ് പറയുന്നത്.